ലോകത്തിലെ ഏറ്റവും വിചിത്രമായ 7 ജോലികളാണ് നാം ഇവിടെ പരിചയപ്പെടുന്നത്. നമുക്കറിയാവുന്ന ജോലികളിൽ ചിലത് ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയുള്ളതല്ലേ. എന്നാൽ ലോകത്ത് കേട്ടാൽ പോലും വിശ്വസിക്കാൻ പ്രയാസമുള്ള ചില ജോലികളുണ്ട്. ചിലർ ഉറങ്ങിക്കൊണ്ടാണ് ശമ്പളം വാങ്ങുന്നത്. ചിലർ ഐസ്ക്രീം രുചിച്ച് പണം സമ്പാദിക്കുന്നു. ഇന്ന് ലോകത്തിലെ വിചിത്രമായ 7 ജോലികളെക്കുറിച്ച് അറിയാം. അതിൽ ആദ്യത്തേത് പ്രൊഫഷണൽ സ്ലീപ്പർ. പ്രൊഫഷണലായി സ്ലീപ്പിംഗ് ചെയ്തുകൊണ്ട് ഉറങ്ങിക്കൊണ്ട് ശമ്പളം വാങ്ങുന്നു. നല്ലൊരു ജോലിയല്ലേ? ചില ഹോട്ടലുകളും മെത്ത നിർമ്മാണ കമ്പനികളും ഉറക്കത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ആളുകളെ നിയമിക്കുന്നു. ഇവരുടെ ജോലി ഉറങ്ങുകയും അനുഭവം റിപ്പോർട്ട് ചെയ്യുകയും എന്നുള്ളതാണ്. നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ മെത്തയും ഇതുപോലെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിശയകരം തന്നെയാണ് അല്ലേ? പ്രൊഫഷണൽ സ്ലീപ്പർ ഈ ജോലി എനിക്കും വിചിത്രമായി തോന്നിയിട്ടുണ്ട്. അടുത്തതായി നാം പരിചയപ്പെടുന്ന ജോലി ഐസ്ക്രീം ടേസ്റ്റർ ആണ്. രുചിയുള്ള ഐസ്ക്രീം നമ്മളുടെ മുമ്പിലെത്തുമ്പോൾ ഈ ഐസ്ക്രീം എന്തെങ്കിലും നിലവാരങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണോ എന്നറിയാൻ നമുക്ക് കൗതുകം തോന്നാറുണ്ട് അല്ലേ? ഇവിടെയാണ് ഐസ്ക്രീം ടേസ്റ്റേഴ്സിൻ്റെ റോൾ ഉള്ളത്. പുതിയ ഐസ്ക്രീം ഫ്ലേവറുകൾ വിപണിയിൽ എത്തുന്നതിന് മുൻപ് അവയുടെ രുചിയും ഗുണനിലവാരവും പരിശോധിക്കുന്നവരാണ് ഐസ്ക്രീം ടേസ്റ്റേഴ്സ്. എത്ര വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ജോബല്ലേ! പുതിയ ഐസ്ക്രീമുകൾ നമ്മുടെ വിപണിയിൽ എത്തുമ്പോൾ കൗതുകമാണ് ഇത് രുചിയുണ്ടോ എന്ന്. എന്നാൽ ഐസ്ക്രീം ടേസ്റ്റേഴ്സ് ഇതിൻ്റെ പെർഫെക്റ്റ് രുചിയെപ്പറ്റിയും ഡെലീഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റിനെ പറ്റിയും നമുക്ക് റിപ്പോർട്ട് തരുന്നുണ്ട്. ഇനി അടുത്തതാണ് ഏറ്റവും കൗതുകരമായ മറ്റൊരു ജോലി. ഈ ജോലി നാം കേട്ടിട്ട് കൂടി ഉണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ എന്താണ് കാണുന്നത്? ലൈൻ അല്ലേ? ആളുകൾ ക്യൂവിൽ നിൽക്കുന്നു. പല വികസിത രാജ്യങ്ങളിലും പ്രൊഫഷണൽ ലൈൻ സിറ്റേഴ്സ് ഉണ്ട്. അതായത് പുതിയ ഫോൺ വാങ്ങാനോ പ്രശസ്ത പരിപാടികൾക്കോ നീണ്ട ക്യൂവിൽ ഒരാൾക്ക് പകരം മറ്റൊരാൾ നിൽക്കുന്നു. ഈ ജോലി വ്യത്യസ്തമാണ് അല്ലേ? നമുക്ക് പകരം മറ്റൊരാൾ നിൽക്കുന്നു. നാം ആ ആൾക്ക് പൈസയും കൊടുക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു ജോലി തന്നെ. ഇനി നിങ്ങൾക്ക് അനിമൽസിനെ ഇഷ്ടമാണോ? അനിമൽസിനെ ഇഷ്ടമാണെങ്കിൽ പാൻഡ കെയർടേക്കർ എന്നൊരു ജോലിയുണ്ട് കേട്ടോ. അതായത് ചില പാൻഡ സംരക്ഷണ കേന്ദ്രങ്ങളിൽ പാൻഡകളെ ഭക്ഷണം കൊടുക്കാനും കളിപ്പിക്കാനും പരിപാലിക്കാനും ആളുകളെ ആവശ്യമുണ്ടത്രേ. ഈ ജോലിയെ പാൻഡ കെയർടേക്കർ ജോലിയായിട്ട് കണക്കാക്കപ്പെടുന്നു. പാൻഡകളെ ഇഷ്ടമുള്ളവർക്കും അനിമൽസിനെ ഇഷ്ടമുള്ളവർക്കും ഈ ജോലി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി അടുത്തത് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും പറ്റിയൊരു ജോലിയാണ് അടുത്തത്. അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലും വാട്ടർ സ്ലൈഡുകളും എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് മുന്നിലെത്തുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ജോലി നിലവിലുള്ളതായി നിങ്ങൾക്കറിയാമോ? വാട്ടർ സ്ലൈഡ് ടെസ്റ്റർ. വാട്ടർ പാർക്കുകളിലെ പുതിയ സ്ലൈഡുകൾ സുരക്ഷിതമാണോ രസകരമാണോ എന്ന് പരീക്ഷിക്കുന്ന ജോലി. എല്ലാം ടെസ്റ്റ് ചെയ്യുന്നതിനും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതിനും വ്യക്തമായ ജോലി സാധ്യതകൾ തന്നെ നിലവിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന ജോലികളിലേക്കാൾ വ്യത്യസ്തമായ കുറേ ജോലികൾ കിട്ടിയില്ലേ? ഇനി അടുത്തതാണ് സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ഒരു ജോലി. പെർഫ്യൂം ജഡ്ജ്, ഓഡർ ജഡ്ജ്, സ്മെൽ ടെസ്റ്റർ. ഡിയോഡറൻറ്റുകൾ, പെർഫ്യൂമുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഫലപ്രാപ്തി പരിശോധിക്കാൻ മനുഷ്യരുടെ ഗന്ധം വിലയിരുത്തുന്ന വിദഗ്ധർ. സ്മെൽ ടെസ്റ്റർ ഇങ്ങനെ ഒരു ജോലി നിലവിലുള്ളതായി പറയപ്പെടുന്നു. പെർഫ്യൂമുകൾ, ഡിയോഡറൻറ്റുകൾ ഇവയെല്ലാം എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ജോലിക്ക് എത്ര പ്രാധാന്യമുണ്ടെന്ന് എല്ലാവർക്കും ആലോചിച്ചാൽ തന്നെ അറിയാമല്ലോ. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ജോലിയാണ്. ഈ ജോലിയെപ്പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല. അതായത് ഫോർച്യൂൺ കുക്കി റൈറ്റർ. ഭാഗ്യ സന്ദേശങ്ങൾ അടങ്ങിയ കുക്കികളിലെ ബിസ്ക്കറ്റുകളിൽ ചെറിയ സന്ദേശങ്ങൾ എഴുതുന്ന എഴുത്തുകാർ. ഈ ജോലിയെപ്പറ്റി വിശദമായി കേട്ടാലോ? മറ്റുള്ള ജോലിയെപ്പറ്റി എന്തെങ്കിലും ക്ലൂ നമ്മളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ
ഒരു ഫോർച്യൂൺ കുക്കി റൈറ്റർ എന്താണ് ചെയ്യുന്നത്? അയാൾ ചെറിയ ചെറിയ സന്ദേശങ്ങൾ എഴുതുന്നു. ബിസ്ക്കറ്റുകൾക്കുള്ളിൽ, കുക്കിക്കുള്ളിൽ എല്ലാം. ഫോർച്യൂൺ കുക്കീസ് എന്ന് പറയുമ്പോൾ ക്രിസ്പി കുക്കീസാണ്. അത് ചില റെസ്റ്റോറൻറ്റുകളിൽ സെർവ് ചെയ്യുന്നുണ്ട്. ആ ആ, കിട്ടുന്ന കുക്കികളിൽ ചെറിയ സ്ലിപ്പ് ഉണ്ടായിരിക്കും. ഒരു പേപ്പർ സ്ലിപ്പ് ഉണ്ടായിരിക്കും. അതിൽ ചെറിയ മെസ്സേജ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ മോട്ടിവേഷണൽ കോട്ടായിരിക്കാം, പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോർച്യൂണെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പ്രോവർബ് ആയിരിക്കും, അല്ലെങ്കിൽ ഹ്യൂമറസ് മെസ്സേജ് ആയിരിക്കാം. ലൈക്ക് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പേഷ്യൻസ് ബ്രിങ് സക്സസ് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കാം. അതായത് ഭാഗ്യ സന്ദേശങ്ങൾ എഴുതുന്ന എഴുത്തുകാരൻ, അങ്ങനെയും പറയാം ഈ ജോലിക്ക്. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു കുക്കിയൊക്കെ വാങ്ങുമ്പോൾ ഒരു സന്ദേശം കിട്ടിയാൽ എത്ര സന്തോഷമായിരിക്കും അല്ലേ? എനിക്കൊക്കെ ഒരുപാട് സന്തോഷമായിരിക്കും ഇങ്ങനെ ഒരു സന്ദേശമൊക്കെ നമുക്ക് വാങ്ങുന്ന കുക്കിക്കുള്ളിലോ കുക്കി ജാറിൻ്റെ ഉള്ളിലോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ. പണ്ടൊക്കെ ഈ തേയില, അതായത് ടീ ബാഗ്സിൻ്റെ ഉള്ളിലോ ടീ പൗഡറിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ സന്ദേശങ്ങൾ കിട്ടുന്നതായി ഞാൻ ഓർമ്മിക്കുന്നു. അപ്പോൾ ചില രാജ്യങ്ങളിലുള്ളതാണ് ഈ ഫോർച്യൂൺ കുക്കി റൈറ്റർ എന്നുള്ള ഈ ജോലി. ഇനി നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ജോലികളും ഈ വിചിത്രമായ ജോലികളും തമ്മിലുള്ള എത്ര വ്യത്യാസമാണ് തോന്നിയത് അല്ലേ? ലോകത്തിലെ ഏറ്റവും വിചിത്രമായ 7 ജോലികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ലോകത്ത് എത്രയോ വിചിത്രമായ ജോലികളുണ്ടെന്ന് കണ്ടല്ലോ. ഇതിൽ ഏത് ജോലിയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്? അതായത് സ്മെൽ ജഡ്ജ്, ആ ഒരു ജോലിയാണോ? പാൻഡ കെയർ ടേക്കർ ആകുന്ന ജോലിയാണോ? വാട്ടർ സ്ലൈഡ് ടെസ്റ്റർ ആണോ? അതോ നീണ്ട ക്യൂവിൽ നിൽക്കുന്ന ആ ഒരു ജോലിയാണോ? അതുമല്ലെങ്കിൽ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യുന്ന ജോലിയാണോ? എത്ര സൂപ്പർ ജോലികളാണല്ലേ! ഉറങ്ങിക്കൊണ്ടും പണം നേടാമത്രേ. വിചിത്രമായ ഈ 7 ജോലികൾ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് കൃതജ്ഞത തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? കമൻറ്റിൽ പറയൂ. ഇത്തരത്തിലുള്ള കൗതുകകരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.